നമസ്കാരം, എൻ്റെ പേര് തൊപ്പി, അല്ല നിഹാദ്, എൻ്റെ പേര് നിഹാദ്. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. സ്ട്രീമറാണ്, യൂട്യൂബറാണ്, ബ്ലോഗറാണ്, പിന്നെ ഒരു ആക്ടർ ആണെന്നാണ് ആഗ്രഹം. പിന്നെ അതെല്ലാരും ഉള്ളിലുള്ള ആഗ്രഹം. നിനക്കൊരു ആക്ട്രസ് ആകാൻ ആഗ്രഹമില്ലേ? തീരെ? അപ്പൊ നിന്റെ ഗോൾ എന്താ? നിന്റെ ഗോൾ തട്ടിയും മുട്ടിയും ഭൂമിക്ക് ഭാരമാവാണ്ട് ഏതെങ്കിലും എന്നാലും ഒരു പ്രൈം ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഏറ്റവും അങ്ങനെ ആഗ്രഹിച്ചില്ല. അപ്പൊ ഈ ഇന്റർവ്യൂവർ ആയിട്ട് ആങ്കർ ആയിട്ട് തന്നെയാണ്, ആങ്കറിന്റെ തന്നെ ടോപ്പിലെത്താനാണോ അത് ആഗ്രഹമുണ്ട്. പിന്നെ സിനിമ വന്ന വേണ്ടാന്നൊന്നും വെക്കൂല, എന്തിലോട്ടെ ഇനിയിപ്പോൾ അടുത്ത ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ. എനിക്ക് തോന്നുന്നു തൊപ്പി ഇപ്പോൾ ഒരു 1 year 2 yearൽ ഇപ്പോഴാണ് വീണ്ടും ഒരു ഇന്റർവ്യൂ കൊടുക്കണതല്ലേ? എന്തുകൊണ്ടാണ് ഇന്റർവ്യൂസ് മടുത്തു തുടങ്ങിയോ? അതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് തുടങ്ങാൻ? ഞാൻ ആകെ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം മടുത്തു തുടങ്ങാൻ മാത്രം അത്രയും ഇന്റർവ്യൂസ് ഞാൻ കൊടുത്തില്ല. ആകെ 2-3 ഇന്റർവ്യൂ കൊടുത്തില്ല. ഇത് എന്റെ 3-ാമത്തെയോ 4-ാമത്തെയോ ഇന്റർവ്യൂ ആണ്. പക്ഷെ തൊപ്പിയുടെ ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര വൈറലാണ്, കാരണം അത്രയും ആൾക്കാർ തൊപ്പിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് തൊപ്പിന്റെ ഇന്റർവ്യൂ വൈറലാവും. ഇപ്പം തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ വിട്ടു, ഇപ്പം നിഹാദാണ്. അപ്പൊ എന്റെ അത്ര വൈറലാന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരു നോർമൽ മൂഡിലേക്ക് പോയി ഓൾറെഡി. അപ്പം വൈറലാവുന്നുള്ള പ്രതീക്ഷ ഒന്നുമില്ല. എന്തായാലും നമുക്ക് സംസാരിക്കാൻ പറ്റിയ സമയമാണ്. സമയം 2:30 രാത്രി 2:30 മണിക്കാ നമ്മള്. അല്ല, ഈ ടൈമിലല്ലേ തൊപ്പി കൂടുതൽ ആക്റ്റീവ് ആവാ? കൂടുതലും ഞാൻ മാത്രല്ല, ഇപ്പം പൊതുവെ എല്ലാരും ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ പാതിരാത്രി ആയിരിക്കും. പഴയ പോലെ അല്ലല്ലോ. എല്ലാവരും ആൾക്കാരെല്ലാം കൂടുതൽ സംസാരിക്കുന്ന, ഒന്നിച്ചിരുന്ന് ചിറ്റ്ചാറ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ രാത്രി 12 മണിക്കെല്ലാം ശേഷം. തീർച്ചയായും നല്ല സമയം. ഓക്കെ. അപ്പം തൊപ്പി മുന്നത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊപ്പിയാണെങ്കിൽ ഭയങ്കര സോഷ്യൽ ആൻസൈറ്റി ഉള്ള ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരുന്ന ഒരാളാണെന്ന്. പക്ഷെ ഇപ്പൊ തൊപ്പീനെ ഇഷ്ടപ്പെടുന്ന എത്ര ആൾക്കാർ! തൊപ്പി സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പിറേഷനാണ്. അപ്പോൾ തൊപ്പി അത് ശരിക്കും പറഞ്ഞ ഒരു അച്ചീവ്മെൻ്റ് ആണ്. ശരിക്കും അത്രയും വലിയൊരു ട്രാൻസിഷനാണ് ലൈഫിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെയൊക്കെ തൊപ്പി എങ്ങനെ നോക്കി കാണുന്നത്? സത്യം പറഞ്ഞാൽ ഇപ്പോഴും സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞ സാധനം നമുക്കൊരിക്കലും നമ്മളെ ലൈഫിൽ നിന്ന് അങ്ങനെ വിട്ടു പോകുന്നില്ല. പിന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നമ്മളെ കയറ്റി നിർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലൈവ് ഓണാക്കി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ബോറിംഗ് സൈഡ് അവിടെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ സോഷ്യൽ ആങ്സൈറ്റി കുറച്ച് സമയത്തേക്ക് മറക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതങ്ങനെ മാറി വേറൊരാളാവാനൊന്നും ആർക്കും പറ്റൂല. ഇപ്പൊ ഞാൻ പണ്ടുണ്ടായ അതേ മൈൻഡ് സെറ്റിൽ തന്നെ ഞാൻ ഇപ്പോഴും ഉള്ളത്. എൻ്റെ ആങ്സൈറ്റി ഒന്നും മാറിയിട്ടൊന്നുമില്ല. എനിക്ക് ഇപ്പോഴും ഒരു സഭയിൽ പോയിട്ടിരുന്നാൽ പേടി തന്നെയാണ്. പിന്നെ ഇങ്ങനെ പിന്നെന്ന് വെച്ചാൽ പഴയ പോലെയല്ല. ഇപ്പൊ ഫ്രണ്ട്സ് ഉണ്ട്, പണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല, 0 ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം കുറച്ച് ആൾക്കാരുണ്ട് ചുറ്റും, നമ്മളെ ഗ്യാങ് ഉണ്ട്, നമുക്കറിയുന്ന ഫ്രണ്ട്സ് ആൾക്കാരും. അങ്ങനെ എനിക്ക് തോന്നുന്നു അത് കാരണമായിരിക്കും കുറച്ചുകൂടി മൈൻഡ് കുറച്ച് മാറി. ഇപ്പൊ നല്ല അത്ര വലിയ പേടിയൊന്നും ഇപ്പം ഉണ്ടാവില്ല. ഇപ്പത്തെ ലൈഫ് തൊപ്പി എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട്? എത്ര ഹാപ്പിയാണ് ഇപ്പോ? ഹാപ്പിയാണ്, എൻജോയ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പഴയത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം തൊപ്പി പറഞ്ഞല്ലോ സീറോയിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു സീറോ എന്ന് പറഞ്ഞില്ലേ? എവിടെ സീറോ എന്ന് പറഞ്ഞേ? ഞാൻ സീറോ ഫ്രണ്ട്സ് ആയിരുന്നു. സീറോയിൽ നിന്ന് വന്ന ഒരാള് തന്നെയാണ് ഞാൻ. ശരിയാണ്, കാര്യമാണ്. ഓക്കെ. അപ്പം ഇപ്പം ഹീറോ എന്ന് പറയാം. ഹീറോ ആയോന്ന് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കുറച്ച് ആൾക്കാരുടെ ഇടയിൽ ഹീറോ ആയി, ഒരുപാട് പേര്. മൊത്തത്തില് ഞാൻ ഹീറോ ആയിട്ടൊന്നും. തൊപ്പിക്ക് ഇപ്പൊ കഴിഞ്ഞ ഉമ്മയൊക്കെ കിട്ടിയില്ലേ? വേറെ ആർക്ക് കിട്ടിയിട്ടുണ്ട്? അതും ഗേൾസ് ഫാൻസിന്റെ. ഞാൻ കൊറേ തപ്പിട്ടോ അത് ആരാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അത് ആരാന്ന്. അന്ന് ആ പെണ്ണ് വന്ന് പെട്ടെന്ന് ഞാൻ വ്ളോഗ് ചെയ്തോണ്ടിരിക്കുമ്പോ ഗ്ലാസിന്റെ കാറിന് ഗ്ലാസ് കത്തി ഒരു ഉമ്മ കിട്ടി, ഒരു ഫോട്ടോ എടുത്ത ആള് പോയതാ. പിന്നെ ഒരു ഐഡിയ ഇല്ല ആളാരാന്നോ, എന്താ പേര് ഞാൻ പറഞ്ഞത്. പക്ഷെ ആളാരാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ കൊറേ തപ്പി, എനിക്ക് വന്ന മെസ്സേജ് എല്ലാം ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കി, പക്ഷെ ആളെ എനിക്ക് കിട്ടിയില്ല. ഞാൻ കൊറേ നോക്കി. അത് ഭയങ്കര ഞാൻ ശരിക്കും ഇങ്ങനെ വണ്ടറായി പോയി. അങ്ങനെ ഒന്നും ലൈഫിൽ അങ്ങനത്തെ ഫസ്റ്റ് കിസ് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഇപ്പൊ പറഞ്ഞ പോലെ എന്തെങ്കിലും ഫാൻ മൊമെന്റ്സ് വേറെ ഉണ്ടായിട്ടുണ്ടോ? തൊപ്പി ശരിക്കും ഞെട്ടിപ്പോയ ഫാൻ മൊമെന്റ്സ് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എന്നാലും ഇത്രയും ആൾക്കാർ ഇപ്പം
നടക്കുന്ന ഫാൻ മൊമെന്റ്സ് എല്ലാം റിപ്പീറ്റ് ആവുന്ന പോലെ. ഇപ്പം ഈ പറഞ്ഞ ഉമ്മ കിട്ടിയ കേസ് മാത്രമേ എനിക്ക് പെട്ടെന്ന് എക്സൈറ്റ് അത്ഭുതപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം ഒരുപോലെ, എല്ലാവരും ഒരുപോലെ ബിഹേവ് ചെയ്യുന്നത്. പബ്ലിക് തന്നെ കണ്ടാലും ഒരാൾ ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെ മറ്റേ ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്ന് പ്രത്യേകിച്ച് ഞെട്ടിപ്പോയ മൊമെന്റ് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പം തൊപ്പി പണ്ടത്തെ ലൈഫിൽ ഇപ്പം പണ്ട് തൊപ്പിയായിരുന്നു, ഇപ്പം നിഹാദാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ തൊപ്പിയുടെ ആ ലൈഫിൽ തൊപ്പി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ കാര്യം എന്താണ്? മിസ് ചെയ്യുന്ന കാര്യമോ? ഞാൻ ഒരിക്കലും ഒന്നും മിസ് ചെയ്യുന്നില്ല. ഞാൻ ആ സമയത്ത് ചെയ്തത് എല്ലാം എല്ലാം മോശമായിരുന്നു, എല്ലാം മോശമായിരുന്നു. നല്ല കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. നല്ല കാര്യങ്ങൾ എനിക്ക് ഒരെണ്ണം പോലും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എല്ലാം വൃത്തിയായിട്ട പരിപാടി തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞാൻ 100% അത് ഞാൻ അഡ്മിറ്റ് ചെയ്യും. കാരണം ഞാൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാലഘട്ടമാണ് അത്. കാരണം എന്താ പറയുക, ഞാൻ കാരണം ചിലപ്പോൾ പറയാൻ പറ്റില്ല, എനിക്കറിയില്ല. ഞാൻ കാരണം എന്നെപ്പോലെ ആവാൻ നോക്കി നശിച്ചുപോയ പിള്ളേർ വരെ ചിലപ്പോൾ ഉണ്ടാവും. കാരണം ഞാൻ അങ്ങനത്തെ ക്രേസി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത്. അപ്പം അത് കണ്ട് ഇൻസ്പയറായി നശിച്ചുപോയ ആൾക്കാരുണ്ടാവും. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ആവരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെല്ലാം ആയതിനും കുറെ കാരണങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഹാപ്പിയാണ്, എനിക്ക് അങ്ങനെയൊന്നും ആവേണ്ട കാര്യമില്ല. പക്ഷെ ഭാവിയിൽ ഞാൻ ടോട്ടലി എന്തെങ്കിലും ആയിപ്പോ എനിക്കറിയില്ല. ലൈഫല്ലേ, എന്ത് സംഭവിക്കും എന്താണെന്നൊന്നും പറയാൻ ഇനി എപ്പോഴെങ്കിലും പഴയ തൊപ്പിയിലേക്ക് തിരിച്ചു പോവോ? അത് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ പറയാൻ പറ്റില്ല. ലൈഫല്ലേ, എന്ത് എപ്പം സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ലൈഫിൽ എന്തെങ്കിലും അടുത്തൊരു ട്രോമയോ അങ്ങനെ എന്തെങ്കിലും വന്ന് ഞാൻ ലൈഫ് മൊത്തം ഫക്ഡപ്പ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആ സ്റ്റേജിലേക്ക് പോകുമായിരിക്കും. എനിക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. കണ്ണട മാറ്റൂ, കണ്ണ് കാണാൻ പറ്റില്ല. സോറി. ഓക്കെ. അപ്പം പണ്ടത്തെ തൊപ്പി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന തൊപ്പിയുടെ ആ ഒരു കണ്ണട വെച്ചോട്ടെ. എക്സ്പോഷർ ആകുമ്പോൾ ആ ഒരു സംസാരിക്കാനുള്ള ഇത് കിട്ടുന്നില്ല. ഇതല്ല നല്ലത്. എക്സ്പ്രഷൻ ഒന്നും അറിയാൻ പറ്റണില്ല ഫേസിൽ. തീരെ കുഴപ്പമില്ല. ആണോ? ഓക്കെ. കണ്ണിൽ നിന്ന് നമുക്ക് സത്യം പുറത്തു വരാണ്ടിരിക്കാനാണ് കണ്ണട വെക്കുന്നത്. ഓക്കെ. അപ്പോൾ പണ്ടത്തെ തൊപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് എന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൊപ്പിയുടെ ആ ഒരു വെറൈറ്റി ഹെയർ സ്റ്റൈലാണ്. അത് തൊപ്പിക്ക് മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, സത്യം പറഞ്ഞാൽ ഇല്ല. കാരണം അതൊരു വെയിറ്റ് പോലെ തലയിൽ. അതായത് അത് വളർന്ന് ഭയങ്കര വലുതായി. ആദ്യം ഓക്കെ ആയിരുന്നു, പിന്നെ വളർന്ന് വലുതായി വലിയ ഒരു ബാണ്ടക്കെട്ട് പോലെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അത് മുറിച്ചതിന് ശേഷമാണ് ഇത് മുറിച്ചതിന് ഇത്രയും വലിയ ഭാരം തലയിൽ നിന്ന് ഇറക്കി വെച്ച ഒരു സുഖം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞത് മുറിച്ചതിന് ശേഷം. മുറിക്കുന്നവരെ എനിക്കത് അറിയില്ലായിരുന്നു, ഞാൻ ഇത്രയും വലിയൊരു ഭാരം തലയിൽ കൊണ്ട് നടക്കുന്നത്. മുടീൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മൊത്തം ഞാൻ ആ സമയത്ത് ഉണ്ടായ ക്യാരക്ടർ അടക്കം അത് മാറ്റി വെച്ചപ്പോൾ മൈൻഡിനും ഒരു ഭാരം ഇറക്കി വെച്ച പോലത്തെ ഒരു ഫീലാണ്. ഭയങ്കര എന്താ പറയുക, റിലാക്സ്ഡ് ആയി അതിന് ശേഷം. തൊപ്പിന്ന് നിഹാദിൽക്ക് മാറണം എന്ന് തോന്നാൻ കാരണം എന്താ? അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ, ആ ഒരു പോയിന്റ് വരാനായിട്ട്. അതിനെന്താണ് കാരണം? സത്യം പറഞ്ഞാൽ ആ സമയത്ത് തൊപ്പിയിൽ നിന്ന് നിഹാദിലേക്ക് മാറാൻ അല്ല ഞാൻ വിചാരിച്ചത്. ഞാൻ ആ സമയത്ത് ബ്രേക്ക് എടുത്തൊരു 5-6 മാസം കഴിഞ്ഞ് തിരിച്ച് നിഹാദിലേക്ക് വരുന്നത് ഞാൻ പ്ലാൻ ചെയ്ത് വരുന്നതല്ല. അതായത് ഈ തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ അവസാനിപ്പിച്ച് ഈ സോഷ്യൽ മീഡിയ അവസാനിപ്പിക്കുക എന്നുള്ള മൈൻഡിലാണ് ഞാൻ ഈ തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയത്. അപ്പോഴൊന്നും ഈ നിഹാദ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു തിരിച്ചു വരവ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആ സമയത്തൊന്നും ആ ബ്രേക്കിലുള്ള 1 മാസം 2 മാസം 3 മാസം 4 മാസം ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കുക, ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഒന്നും എൻ്റെ മൈൻഡിൽ ഈ നിഹാദ് എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് പുറത്ത് വരണമെന്നൊന്നുമില്ല. ഞാൻ മൊത്തമായിട്ട് നിർത്തി എന്നുള്ള മൈൻഡിൽ തന്നെ ഞാൻ പോയതാണ്. പിന്നെയാണ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ആൾക്കാർ തൊപ്പിയല്ല ഇത് നിഹാദ് എന്നുള്ള പുതിയൊരു സാധനം ആൾക്കാർ പറയാൻ തുടങ്ങിയത്. പിന്നെ ഞാനത് ആക്സെപ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ തൊപ്പിന്ന് നിഹാദിലേക്ക് മാറാമെന്ന് വിചാരിച്ചിട്ട് പോയതല്ല. സത്യം പറഞ്ഞാൽ ഈ ക്യാരക്ടറെ മൊത്തത്തിൽ സോഷ്യൽ മീഡിയ അവസാനിപ്പിക്കുക എന്നുള്ള മൈൻഡിൽ ഞാൻ നിർത്തിയിട്ട് പോയതാണ്. പിന്നെ അങ്ങനെയൊക്കെ. ഓക്കെ. അപ്പം തൊപ്പിനെ പറ്റി പറയുമ്പോൾ തന്നെ തൊപ്പിക്ക് വണ്ടീനോടുള്ള ക്രേസ് നമുക്ക് ഭയങ്കരമായിട്ട് അറിയാം. അപ്പം വണ്ടീനോട് പണ്ട് തൊട്ടേ ഇവിടെ ഉള്ള ഇപ്പൊ കേരളത്തിലുള്ള വണ്ടി പ്രാന്തന്മാരെ വെച്ച് നോക്കുമ്പോ ഞാനൊന്നും ഒന്നുമല്ല. ഞാനൊന്നും എവിടെയും എത്തിയില്ല. എത്ര വണ്ടിയുണ്ട്? ഒരു 4-5 വണ്ടിയുണ്ട്. 6 വണ്ടിയില്ലേ? 6 ബൈക്കെല്ലാം കൂട്ടുവാണെങ്കിൽ
6, 7, 8 ഓക്കെ. ലൈക്ക് വണ്ടി ഇത്ര വണ്ടി വാങ്ങണം എന്നൊക്കെ തോന്നാൻ കാരണം എന്താ? അത് എനിക്ക് സത്യം പറഞ്ഞാൽ വണ്ടിനെ കുറിച്ച് സീറോ നോളജ് ആയിരുന്നു. അതായത് ആദ്യം പണ്ട് ഞാൻ ഇങ്ങനെ വണ്ടീൻ്റെ വീഡിയോസ് എല്ലാം റിയാക്ട് ചെയ്യുന്നത് ആൾക്കാർ കണ്ടറിയാം. ഞാൻ ഇവന്മാരെന്ത് ഈ ചിന്തിക്കുന്നത്, എന്താ വണ്ടി കണ്ടിട്ട് കുറേ ഈ വണ്ടി പൊട്ടന്മാർ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെയല്ല ഞാൻ സംസാരിക്കല്. പിന്നെ ആദ്യമായിട്ടൊരു വണ്ടി എടുക്കുന്നത് നാനോ കാർ എൻ്റെ കണ്ടിട്ടുണ്ടോ? ഒരു മഞ്ഞ നാനോ കാറാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. അതിനകത്ത് ഇരുന്നിട്ടല്ലേ വൺ ഡേ ബ്രദർ എന്നൊക്കെ പറയാം. അല്ല അത് വേറെ. അതൊരു നാനോ അല്ലായിരുന്നോ? അല്ല അത് നാനോ അല്ല, അത് വേറെ. ഞാൻ കണ്ടപ്പോ ഓക്കെ. അങ്ങനെ നാനോ കഴിഞ്ഞ് ഒരു ഫോർച്യൂണർ എടുത്തു ബ്ലാക്ക്. പിന്നെ വേറെ ഒന്നും എടുക്കാൻ തോന്നി, ഒരു വൈറ്റ് ഫോർച്യൂണർ എടുത്തു. പിന്നെ അങ്ങനെ വണ്ടി പിന്നെ BM എടുത്തു. ഇങ്ങനെ വണ്ടിനെ കുറിച്ച് അറിഞ്ഞ് വണ്ടി ഓടിക്കാൻ പഠിച്ച ആ സമയം എനിക്ക് മുന്നേ വണ്ടി ഓടിക്കാൻ അറിയില്ലായിരുന്നു. ഓടിക്കാൻ പഠിച്ചതിന് ശേഷമാണ് വണ്ടിനോടുള്ള ഒരു ക്രേസ് വന്നത്. ക്രേസ് എന്ന് പറയാം, സത്യം പറഞ്ഞാൽ ഞാൻ ഈ വണ്ടി പ്രാന്തന്മാരുടെ ഇടയിൽ ഞാൻ സീറോ ആണ്. സത്യം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടായി. ഇപ്പം ഈ ബാക്കിയുള്ള ഈ തമിഴ്നാടും കർണാടക ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ പ്രാന്തന്മാരുടെ മെയിൻ ലോകമായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ ഞാൻ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് എൻ്റെ മൈൻഡിൽ. ഓക്കെ. അപ്പം തൊപ്പി BMW എടുത്തത് ഭയങ്കര വൈറലായിരുന്നു. അപ്പം അതിന് പിന്നിൽ എന്തോ ഒരു സ്റ്റോറി ഇല്ലേ? സ്റ്റോറി ഒന്നുമില്ല, എടുക്കാൻ തോന്നി എടുത്തു, അത്രേ ഉള്ളൂ. സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്റ്റോറി, പക്ഷെ അതിന്റെ പിന്നിൽ എന്തോ ഒരു സ്റ്റോറി ഉണ്ട്. ഒരു സ്റ്റോറി ഒന്നുമല്ല. എനിക്ക് ഞാൻ വേറൊരാളോട് BMW ഓടിക്കാൻ ചോദിച്ചു, ഓടിക്കാൻ തന്നില്ല. അപ്പം എനിക്ക് ഒരെണ്ണം എടുക്കാൻ തോന്നി, അത്രേ ഉള്ളൂ. അത് മോശമല്ല, അങ്ങനെ വേറൊരാൾ ഇതിലേക്ക് വലിച്ചേക്കുന്നത് അത് ഭയങ്കര മോശം. ഒരാളോട് ഞാൻ BMW ഓടിക്കാൻ ചോദിച്ചു, അതായത് ഈ ഫീൽഡിലുള്ളതാണോ? ഏത് ഫീൽഡില്? സോഷ്യൽ ഒരാള് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സോഷ്യൽ മീഡിയയിലെ ഒരാള് അങ്ങനെ BMW ഓടിക്കാൻ ചോദിച്ചു, ഓടിക്കാൻ തന്നില്ല. അത് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡബിൾ. കാരണം ഞാനിപ്പോൾ ഒരു BMW എടുത്തതിന് ശേഷം എനിക്ക് മനസ്സിലാകുന്നത് ഒരിക്കലും അങ്ങനെ ഒരാൾ വേറൊരാൾക്ക്, പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലക്ഷറി വണ്ടി എടുത്ത ഒരാൾ ഒരിക്കലും വേറൊരാൾക്ക് ഓടിക്കാൻ കൊടുക്കൂല. അത് ഓൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡബിളാണ്. പക്ഷെ അവൻ അങ്ങനെ ചെയ്തത് എനിക്ക് മോട്ടിവേഷനായി, അത് എനിക്ക് നല്ലതായി. അങ്ങനെയാണ് BM എടുക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ മുനുവിന്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മുനുവിന് BMW ഇഷ്ടമാണ്. പിന്നെ ഫോർച്യൂണർ എടുത്തതിലും മുനുവിനൊരു പങ്കുണ്ട്. മുനുവിൻ്റെ ഡ്രീം വണ്ടിയായിരുന്നു ഫോർച്യൂണർ. കുറേ കൊല്ലം മുന്നേ, ഒരു 5-10 കൊല്ലം മുന്നേ, അല്ല ഒരു 5-8 കൊല്ലം മുന്നേ ഇവനെപ്പോഴും പറയും ഈ ഫോർച്യൂണറിൻ്റെ കാര്യം. അങ്ങനെയാണ് ഞാൻ 2 ഫോർച്യൂണർ എടുക്കുന്നത്. ഒന്ന് എനിക്കെന്നുള്ള ലെവലാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മോഡിഫൈഡ് കാർസ് ഉള്ളത് കേരളത്തിലാണ്. അപ്പം തൊപ്പിക്കാണെങ്കിൽ മോഡിഫൈഡ് കാർസ് ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കാർ എടുത്തിട്ട് അത് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അത് ഏതായിരിക്കും, എന്തൊക്കെയായിരിക്കും ചെയ്യുക? മോഡിഫൈ ചെയ്യാൻ എനിക്കൊരു പോർച്ച് 911 എടുക്കണമെന്നുണ്ട്. മോഡിഫൈ ചെയ്യാനൊന്നും ആഗ്രഹമില്ല. മോഡിഫൈഡ് കാർസ് ഇഷ്ടമാണ്, പക്ഷെ ഒരു വണ്ടി എടുത്ത് മോഡിഫൈ ചെയ്യാൻ ഒന്നും വലിയ താല്പര്യമില്ല. ഞാനിപ്പോൾ എൻ്റെ വൈറ്റ് ഫോർച്യൂണർ ഞാൻ സ്റ്റിക്കർ അടിച്ച്, അത് മോഡിഫൈ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ മോഡിഫൈ ചെയ്യുന്ന ആളല്ല. ഞാൻ ജസ്റ്റ് ഇതൊരു ഗ്യാങ് വണ്ടി, നമ്മളെ MRG ഗ്യാങ്ങിൻ്റെ വണ്ടിയാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൽ സ്റ്റിക്കർ ഒട്ടിച്ചു, അത്രേ ഉള്ളൂ, പേരൊട്ടിച്ചു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ മോഡിഫിക്കേഷൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യലില്ല. മോഡിഫൈഡ് കാർസ് ഇഷ്ടമാണോ? മോഡിഫൈഡ് കാർസ് ഇഷ്ടമാണ്. തൊപ്പി പറഞ്ഞല്ലോ ഇപ്പം പുതിയ തൊപ്പിയാണ്, നിഹാദ് ആണെന്നൊക്കെ. അപ്പൊ ഈ നിഹാദ് ആര് പറഞ്ഞു? ഇത് ആരാ പുതിയ തൊപ്പിയാണ്, പുതിയ നിഹാദാണ്? അങ്ങനെ ഒന്നുമില്ല. ഇതെല്ലാം ഒരു ആക്സിഡന്റ് ആണ്. അല്ല, അങ്ങനെ സംഭവിച്ചു പോകുന്നതാ. ഞാൻ ഒരിക്കലും തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ നിർത്തിയതിന് നിഹാദ് എന്ന് പറഞ്ഞ സാധനത്തിൽ ഞാൻ തിരിച്ചു വരുവാടാ അങ്ങനെ പറഞ്ഞല്ല ഞാൻ പോകുന്നത്. ഞാൻ എല്ലാം നിർത്തി, ഇനി ഞാൻ ഈ പരിപാടിക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നത്. എൻ്റെ മൈൻഡിൽ ഞാൻ ഇതെല്ലാം നിർത്തി ഇങ്ങനെ ഒരു മൂലക്ക് മിണ്ടാണ്ട് സൈഡിലിരുന്ന എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് വിളി വരുന്ന ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് നിർത്താമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ നിർത്തി 1 മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞ്, 3 മാസം കഴിഞ്ഞ്, 4 മാസം കഴിഞ്ഞ്, 5 മാസം കഴിഞ്ഞ്, 6 മാസം കഴിഞ്ഞിട്ടും എനിക്ക് വിളി വരാത്തപ്പോൾ ഞാൻ വിചാരിച്ചോ പിന്നെ ഇതെങ്കിലും ഇത് ഉള്ളത് കളയണ്ട ഞാൻ വെച്ചിട്ട് തിരിച്ച് വീണ്ടും ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് തൊപ്പി അല്ല നിഹാദ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഞാൻ കാണുന്നത്. മനസ്സിലായോ? അത് കണ്ടപ്പോൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ തൊപ്പിയല്ല നിഹാദാന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് വന്നതല്ല. പിന്നെ കാര്യമാണ് എൻ്റെ ക്യാരക്ടർ കുറേ ചേഞ്ച് വരുത്തി. ഇപ്പം തെറിവിളി ഇല്ല, പിന്നെ അങ്ങനത്തെ ക്രേസി പരിപാടി, പ്രാന്തം കളി, അങ്ങനത്തെ പരിപാടികൾ മൊത്തം നിർത്തി.
ലൈക്ക് ഇതിനൊക്കെ എത്രത്തോളം ഈ ഒരു ഗ്യാങ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നിങ്ങളെ MRG ഗ്യാങ് എത്രത്തോളം തൊപ്പിയുടെ ചേഞ്ചിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? സത്യം പറഞ്ഞാൽ MRG ഗ്യാങ്ങിലുള്ളവരെ മാറാൻ ഞാൻ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞ വേണം പറയാം. കാരണം എന്നെക്കാളും പ്രാന്തനാണ് ഈ മമ്മൂ എന്ന് പറയുന്നത്. ഇവര് എന്നെ നന്നാൻ ഹെൽപ്പ് ചെയ്തതല്ല, ഞാനാണ് ഇവരെ നന്നാൻ ഹെൽപ്പ് ചെയ്തത്. കാരണം മമ്മൂന്റെ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ അത്രക്കും. മമ്മൂ ഒരു 6 മാസം മുന്നേ ഉള്ള മമ്മുമായിട്ടുള്ള എൻ്റെ ലൈവ് സ്ട്രീംസ് എല്ലാം എടുത്ത് നോക്കിയാൽ മതി. പച്ച പൂര തെറിവിളിയല്ലേ. ഇപ്പം ഞാൻ അതെല്ലാം നിർത്തിച്ചു. ഇപ്പം ഗ്യാങ്ങിൽ ആരും തെറി വിളിക്കൂല, നമ്മളെ വീട്ടിലാരും തെറി വിളി അല്ലെങ്കിൽ അങ്ങനത്തെ അബ്യൂസീവ് അല്ലെങ്കിൽ ക്രേസി പരിപാടികളില്ല. ക്രേസി പരിപാടികൾ ചെയ്യാം, പക്ഷെ ആർക്കും മോശമില്ലാത്ത ലെവലുള്ളത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു തീരുമാനം എടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം തൊപ്പി പറഞ്ഞല്ലോ സിനിമയാണ് ആഗ്രഹം. അപ്പം ഒരുപാട് നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ, ബിഗ് ബോസിന്റെ ഒക്കെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ തൊപ്പീനെ കാണുന്നുണ്ട്. അപ്പോൾ തൊപ്പി ബിഗ് ബോസിൽ പോകുന്നുണ്ടോ? എന്താണ് അതിനെ? എനിക്ക് സത്യം പറഞ്ഞാൽ അത് അറിയില്ല. ഞാൻ എന്തോരം പ്രഡിക്ഷൻ ലിസ്റ്റിൽ എത്ര വർഷം എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും എന്റെ പേര് കാണുന്നുണ്ട്. പക്ഷെ അത് നമ്മളിങ്ങനെ കമന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ തൊപ്പി ഉണ്ടെങ്കിൽ കപ്പ് തൊപ്പിക്ക് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും കോള് വന്നിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷമല്ലാണെങ്കിൽ, കഴിഞ്ഞ വർഷം അതിന്റെ മുന്നത്തെ വർഷമല്ലാണെങ്കിൽ ബിഗ് ബോസ് തന്നെ വിളിച്ചാൽ ഞാൻ അപ്പം തന്നെ പോവും. പക്ഷെ ഇപ്പം എനിക്ക് അറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഞാൻ അത് ഡിസിഷൻ എടുത്തില്ല, അത് ആലോചിച്ചില്ല. ഇപ്പം ഞാൻ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഗ്യാങ്ങിനോട് ഡിസ്കസ് ചെയ്ത് എൻ്റെ ഒന്നിച്ചുള്ള ഫ്രണ്ട്സ്, അതായത് ഗ്യാങ്ങിനോട് എല്ലാവരോടും ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ ഒരു തീരുമാനം എടുക്കും. കാരണം ഞാനിപ്പം മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരും ഇല്ല, അങ്ങനെയല്ല. മീൻസ് ഞാനിപ്പം ആ വീട്ടിലുള്ള 8 പേരെയും മൊത്തം കാര്യങ്ങൾ നോക്കുന്നത് ഞാനാണ്. അപ്പം ഞാൻ അവിടെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇതുവരെ അങ്ങനെ മാറി നിന്നിട്ടില്ല. നിങ്ങൾ ശരിക്കും എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. കാരണം നമ്മളിവിടെ കൊച്ചിയിലൊരു വീട്ടില് പ്രോപ്പർ ഒരാൾ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുന്നു, ഒരാൾ ഇപ്പുറത്തുനിന്ന് അടുത്ത പണി എടുക്കുന്നു, ഞാനവിടുന്ന് സ്ട്രീം ചെയ്യുന്നു. മീൻസ് അവിടെ ഒരു ഫാമിലിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഒരാൾ തുണി അലക്കുന്നു, മനസ്സിലാവും. ഒരു ഫീമെയിൽ അവിടെ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഒരു ഫാമിലി പോലെ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ തൊപ്പി പറഞ്ഞല്ലോ, അപ്പം സ്ട്രീമിംഗ് ഒക്കെ നിർത്തി കഴിഞ്ഞ് ഒരു മാസം വെയിറ്റ് ചെയ്തു, 2 മാസം വെയിറ്റ് ചെയ്തു, 6 മാസം വെയിറ്റ് ചെയ്തു വീട്ടിൽ നിന്ന് കോള് വരും എന്ന് വിചാരിച്ചിട്ട്. എന്തുകൊണ്ടായിരിക്കും ലൈക്ക് തൊപ്പി അങ്ങോട്ട് വിളിക്കാനോ സംസാരിക്കാനോ ശ്രമിച്ചു? ഞാൻ വിളിക്കലുണ്ട്, ഞാൻ സംസാരിക്കാറുണ്ട്. അങ്ങനെ ഇപ്പം എൻ്റെ അനിയനാണെങ്കിലും, അനിയൻ മുന്നേ ഭയങ്കര ഇതായിരുന്നു, മൊടയായിരുന്നു. പക്ഷെ ഇപ്പം അനിയനായിട്ട് നല്ല, അനിയൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, നമ്മൾ സംസാരിക്കലുണ്ട്. പിന്നെ വീട്ടുകാർ കുഴപ്പമില്ല, സംസാരിക്കും, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഉപ്പാനായിട്ട് മിണ്ടിയോ? അതെനിക്ക് ഉപ്പയായിട്ടുള്ള ഒരിക്കലും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയല്ല ഓക്കെ, പക്ഷെ ഉമ്മയായിട്ട് പോലും ഒരു പരിധി വരെ എനിക്ക് ഓക്കെ ആക്കാൻ പറ്റും. ഉപ്പയായിട്ടുള്ളതെന്ന് വെച്ചാൽ അത് എത്രയോ വർഷം, കുറേ വർഷമായി. ഇതിപ്പോൾ എനിക്ക് തന്നെ മറന്നുപോയി, ഇതെപ്പോൾ തുടങ്ങിയതാ എനിക്ക് തന്നെ മറന്നുപോയി. കാരണം സൗണ്ട് തന്നെ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. ഞാൻ സൗണ്ട് തന്നെ മറന്നുപോയി പുള്ളീൻ്റെ കാര്യം. അത്രയും കാലമായി സംസാരിച്ചിട്ട്, മനസ്സിലാവും. പണ്ട് ചെറുപ്പത്തിൽ തുടങ്ങിയതാണ്. എനിക്ക് ആ ഒരു ചെറിയ പ്രായത്തിൽ പറ്റിയൊരു മിസ്റ്റേക്ക്, ഒരു മണ്ടത്തരം, അതിൻ്റെ പേരിൽ തുടങ്ങിയതാണ്. അതിന് ശേഷം ഇതുവരെ അത് ഞാൻ എപ്പോഴെങ്കിലും ഒരിക്കൽ ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. പക്ഷെ അത് ശരിയാവും, ഇൻഷാ അല്ലാ സെറ്റാവും. ശ്രമിക്കാറുണ്ടോ വിളിക്കാനും? ഞാൻ ശ്രമിക്കാത്തത്, ഞാൻ മാക്സിമം എൻ്റെ എല്ലാം എനിക്ക് ചെയ്യേണ്ടതെല്ലാം ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് എല്ലാം മാക്സിമം ചെയ്യുന്നുണ്ട്, മനസ്സിലാവും. ഓക്കെ. അപ്പം നമ്മൾ തൊപ്പിയുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായി ലൈക്ക് ഉമ്മാൻ ഒരുപാട് സ്നേഹിക്കുന്ന മോനാണെന്നൊക്കെ. അപ്പം ഉമ്മാൻ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട്? ഇതിനെങ്കിലും ഇമോഷണൽ ക്വസ്റ്റ്യൻസ്. ഉമ്മാനെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഉമ്മാനെ കാണലുണ്ട്. ഞാൻ ഉമ്മാനെ ഇപ്പം ഒരു 4 ദിവസം മുന്നേ വരെ കണ്ടതാണ് ഞാൻ. പക്ഷേ ആരും ഇല്ലാത്ത സമയത്ത് മാത്രം ഞാൻ വീട്ടിൽ ആരും അറിയാണ്ട് പോയി ഉമ്മാനെ കാണും, തിരിച്ചു വരും. അങ്ങനെ പൊതുവെ ഞാൻ അങ്ങനെ ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കൽ, ചിലപ്പോൾ 3 മാസത്തിലൊരിക്കലല്ലേ ആയിരിക്കും. ഇപ്പം ലാസ്റ്റ് കണ്ടത് ഒരു 4 ദിവസം മുന്നേ, എത്രയായി, 4-5 ദിവസം മുന്നെയാണ് അവസാനം കണ്ടത്. അതൊരു കല്യാണത്തിൻ്റെ ഇടയിലാണ് കണ്ടത്. കാരണം എൻ്റെ കുടുംബത്തിലൊരു കല്യാണം, എൻ്റെ കസിൻ്റെ കല്യാണം. പക്ഷെ എന്നെ വിളിച്ചില്ല. മീൻസ് ഞാനുമായിട്ട് ഇതില്ല, എല്ലാവർക്കും ഫാമിലിക്കാർക്കും അങ്ങനെ അവരിത് പറയുന്നതല്ല കേട്ടോ. അങ്ങനെ ഞാൻ അവരുമായിട്ട് ആരുമായിട്ട് ഇതില്ല, കോണ്ടാക്ട് ഇല്ല. എനിക്ക് എൻ്റെ ഉമ്മാനെ കാണണം, തിരിച്ചു വരണം, അത്രേ ഉള്ളൂ എനിക്ക്.